അമ്മ പോയ ഉടനെ അവൾ ഫോൺ എടുത്ത് മനോജിനെ വിളിച്ചു. എന്താ നീ കട്ട് ചെയ്തിട്ട് പോയത്? അമ്മ വിളിച്ചടാ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. എന്തിനാ അമ്മ വിളിച്ചേ? അമ്മ തൊടിയിൽ മാങ്ങ പറക്കാൻ വിളിച്ചതാ. ഞാൻ വരുന്നില്ല, എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മ പോയി പറക്കാമെന്ന് പറഞ്ഞാൽ അമ്മ അങ്ങ് പോയി. കഥ കിടച്ച്. ഇനി അമ്മയുടെ ശല്യം കുറച്ച് നേരത്തേക്ക് കാണത്തില്ല. രവിയേട്ടനും പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ രവിയേട്ടനും ഇങ്ങോട്ട് വരില്ല. ഇനി നമുക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്ത് സംസാരിക്കാം, അവൾ പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു, ഞാനേ രവിയേട്ടനോട് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. മുടി സ്ട്രെയിറ്റ് ചെയ്യാനോ? നിൻ്റെ ഇപ്പോഴത്തെ മുടിക്ക് എന്താ കുഴപ്പം? അവൾ ഒരുമാതിരിയായി. ഞാൻ മോഡേണായിട്ട് കാണാൻ നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്, മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല, അവൻ പറഞ്ഞു. അതെൻ്റെ ആഗ്രഹമാണ്. ചിലപ്പോൾ നീ ഞെട്ടും. സ്ട്രെയിറ്റ് ചെയ്ത് എൻ്റെ ലുക്ക് കണ്ട് നീ ഞെട്ടും, അവൾ കളിയായിട്ട് പറഞ്ഞു. ഓ, എങ്കിൽ നീ സ്ട്രെയിറ്റ് ചെയ്ത് ഞാനൊന്ന് കാണട്ടെ, ഞാൻ ഞെട്ടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്, അങ്ങനെ പറഞ്ഞു. നീ ശനിയാഴ്ച അമ്പലത്തിൽ വരുമോ? അവൻ ചോദിച്ചു. ശനിയാഴ്ച നോക്കട്ടെ. നോക്കിയാൽ പോരാ, വരണം. രവിയേട്ടനെയും കൊച്ചിനെയും കൊണ്ടൊന്നും വരണ്ട, നീ മാത്രം വന്നാൽ മതി. അയ്യോ, അത് നടക്കത്തില്ല മനോജ്. ഞാൻ എവിടെ പോയാലും രവിയേട്ടൻ എൻ്റെ കൂടെ വരും. അങ്ങേരെ എവിടെയെങ്കിലും തോട്ടിലങ്ങനെ എടുത്ത് കളാം, എവിടെ പോയാലും കൂടെ വരാൻ നിൽക്കുന്നു. രവിയേട്ടൻ വരാതിരിക്കത്തില്ല. ആലോചിച്ചിട്ട് അവൾക്കൊരു പിടി കിട്ടിയില്ല. രവിയേട്ടൻ എന്തായാലും വരും. നീ എന്തെങ്കിലും പറഞ്ഞിറങ്ങ്, കൂട്ടുകാരികൾ വരുമെന്ന്. അപ്പോൾ രവിയേട്ടൻ ഒഴിവായാലോ? ഞാൻ പറഞ്ഞു നോക്കട്ടെ. നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രവിയേട്ടൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരാറുണ്ട്. കൊച്ചും നീ നോക്ക്. കൊച്ച് നീ കൂടെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് വാ, രവി ഒഴിവാക്ക്. എന്തെങ്കിലും ചെയ്യാം. ശനിയാഴ്ച വരണം, വന്നേ പറ്റൂ, അവൻ പറഞ്ഞു. നോക്കാമെന്ന്, നീ സമാധാനപ്പെടുക. അങ്ങനെ കുറച്ച് നേരം അവർ സംസാരിച്ചു. അവൻ്റെ അമ്മ എന്തോ കാര്യത്തിന് അവനെ വിളിച്ചു. അങ്ങനെ മനോജ് പറഞ്ഞു, എടീ അമ്മ വിളിക്കുന്നു, എന്തിനാണെന്ന് അറിയാൻ വയ്യ. ഞാനേ പിന്നെ വരാം, നീ ഫ്രീ ആയിട്ട് മെസ്സേജ് ഇട്, അവൻ പറഞ്ഞു. അവൾ മനസ്സോടെ കട്ട് ചെയ്തിട്ട് അവൾ ആ ഫോണും പിടിച്ചുകൊണ്ട് ഒരു കിടപ്പ് കിടന്നു. കുറേ നേരം അവനെ തന്നെ ആലോചിച്ചു. വല്ലാത്തൊരു മിസ്സിങ് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഇപ്പോൾ ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ശ്വാസം മുട്ടൽ. എന്താണെന്ന് എനിക്കറിയില്ല. അവൾ കുറേ നേരം ആലോചിച്ചു. ഇടയ്ക്ക് എപ്പോഴും അവളുടെ കണ്ണ് നിറഞ്ഞു. പോട്ടെ, ഓക്കെ ആയിട്ടിരിക്കാം. അങ്ങനെ അവൾ ജസ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ചിട്ട് അടച്ചങ്ങ് വെച്ചു. അതിനുശേഷം കതവ് തുറന്ന് വെളിയിലൊക്കെ നോക്കി. രവി കുഞ്ഞുമായിട്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. അവൾ രവിയുടെ അടുത്തേക്ക് ചെന്നു. ഓഹോ, മാഡം വന്നോ? പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ? രവി ചോദിച്ചു. പിന്നെ പഠിക്കാനല്ലേ ഞാൻ റൂമിനകത്ത് കയറിയത്, പിന്നെ പഠിക്കാതെ, അവൾ പറഞ്ഞു. പഠിക്കാൻ മിടുക്കുകയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. രവിയേട്ടൻ ഞാൻ ശനിയാഴ്ച അമ്പലത്തിലൊന്ന് പോയിട്ട് വരട്ടെ. അതിനെന്താ, നമുക്കെല്ലാവർക്കും കൂടി പോവല്ലോ, അവൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അല്ല, കുഞ്ഞും ഞാനും കൂടെ ഒറ്റയ്ക്ക്. കുഞ്ഞും നീ മാത്രമോ? അതെന്താ, ഞാൻ വരണ്ടേ? അതല്ല രവിയേട്ടാ, അവനെ ഞാനും അവനും കൂടെ അങ്ങനെ പുറത്ത് പോയിട്ടില്ലല്ലോ. അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ അവൾ വിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അവനും ഞാനും കൂടെ, അമ്മയും മോനും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്, അമ്മയും മോനും കൂടെ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, രവിയോട് അവൾ പറഞ്ഞു. ഓ, നിൻ്റെ ഇഷ്ടം. ഒപ്പം കുഞ്ഞ് വന്നതിന് ശേഷം എന്നെ അങ്ങ് ഒഴിവാക്കിയല്ലേ, രവി ചോദിച്ചു. ഒഴിവാക്കിയതല്ല, നമുക്ക് 3 പേർ കൂടി വേറൊരു ദിവസം പോവാം. ശനിയാഴ്ച ഞാനും മോനും മാത്രം. അങ്ങനെ രവി സമ്മതിച്ചു. അങ്ങനെ കൊച്ചും അവളും രവിയും കൂടെ അവിടേക്ക് കുറേ നേരം കറങ്ങി. അപ്പോഴേക്കും അമ്മ മാങ്ങ പറക്കിക്കൊണ്ടുവന്ന് തൊലി ചെത്തി മുറിച്ച് വെച്ചു. അതിനുശേഷം രമ്യയും വിളിച്ചു. മാങ്ങ മുറിച്ച് വെച്ചിരിക്കുന്ന മോനെ, വാ കഴിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. നല്ല ചക്കര മാങ്ങ, തേൻ മധുരം, നല്ല ടേസ്റ്റ്. അവൾ ആർത്തിയോടെ കഴിച്ചു. മാങ്ങ പറക്കാൻ അവൾക്ക് വയ്യായിരുന്നു. അമ്മ കളിയായിട്ട് പറഞ്ഞു, ഞാൻ പഠിക്കാനുള്ളത് അമ്മ വന്ന് പഠിക്കുമോ? ഓ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അവർ 3 പേരും കൂടി മാങ്ങ ആസ്വദിച്ച് കഴിച്ചു. മാവിൽ നിറയെ വിളഞ്ഞ മാങ്ങകൾ നിൽക്കുന്നു. ആരെങ്കിലും കൊണ്ടൊന്ന് പറിച്ചിടിയിച്ച് പഴുപ്പിക്കാൻ വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. എല്ലാം കേടായി പോവുകയാണ്. അപ്പോൾ വീണതിൽ നിന്ന് മുക്കാലും കേടായിരുന്നു. കുറേയൊക്കെ നല്ലത് കിട്ടി, അതാ ഞാൻ പറക്കി തൊലി ചെത്തി കൊണ്ടുവന്നത്. നോക്കട്ടെ അമ്മ, ഞായറാഴ്ച നമുക്ക് ആരെങ്കിലും സംഘടിപ്പിച്ച് മാങ്ങ മൊത്തം പറിച്ച് പഴുപ്പിക്കാൻ വയ്ക്കാം, രവി പറഞ്ഞു. അവർക്ക് സന്തോഷമായി. അങ്ങനെ മാങ്ങയെല്ലാം കഴിച്ച് മുറ്റത്തൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്ന് വീണ്ടും അതിനുശേഷം അകത്തേക്ക് കയറി കുളിച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ചൂട് ചായ കുടിക്കാനുള്ള പരിപാടിയായിരുന്നു. ചായ അമ്മ ഇടാമെന്ന് പറഞ്ഞെങ്കിലും രമ്യ സമ്മതിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ
മനോജിൻ്റെ കേസ് വന്നതിന് ശേഷം തൊട്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഒരുപാട് ഒഴിവാകുന്നുണ്ട്. അടുക്കളയിൽ അമ്മയെ സഹായിക്കാറൊന്നുമില്ല. പാവത്തിന് ഉള്ള സമയത്തെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അവൾ മനസ്സിൽ വിചാരിച്ച് അടുക്കളയിലേക്ക് പോയി. നല്ല ഏലക്ക ഇട്ട ചായയൊക്കെ ഇട്ട് അമ്മയ്ക്കും രവിക്കും കൊടുത്തു. അച്ഛനിപ്പോൾ ഇവിടെ ഇല്ല. അച്ഛന് മുതലാളിയുടെ കൂടെ പല സ്ഥലങ്ങളിലും പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനിപ്പോൾ മാസത്തിലൊരിക്കലേ വരാറുള്ളൂ. അച്ഛനുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര മേളമാണ്. ആഹാരവും പുറത്തുനിന്നുള്ള ഫുഡും പാപ്പം മേടിച്ചുകൊണ്ട് വരക്കവും ഒരു ഉത്സവം പോലെയാണ്. അവൾ പറഞ്ഞു, എൻ്റെ അച്ഛനുണ്ടെങ്കിൽ എന്ത് എൻജോയ്മെൻറ്റാണ്. അച്ഛനിപ്പം മുതലാളിയുടെ കൂടെ അല്ലേ മോളെ പണി. അച്ഛനിനി മാസത്തിലൊക്കെ വരത്തുള്ളൂ. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ നിനക്ക് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നിഷ കൂടുതൽ ശല്യപ്പെടുത്തി നിന്നെ വിളിക്കാത്തത്. എൻ്റെ അടുത്ത് വിളിക്കുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും അവൾക്ക് പഠിക്കാനും കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തല്ലേ എന്ന്. അച്ഛൻ എന്നെ ഇടയ്ക്ക് വിളിക്കും. പിന്നെ അച്ഛന് സ്വഭാവമുണ്ട്, വിളിച്ചാൽ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. സംസാരിക്കാനും നമുക്ക് നിന്ന് സംസാരിക്കാനും സമയം കിട്ടത്തില്ലല്ലോ. അപ്പോൾ അച്ഛന് പെട്ടെന്ന് വെച്ചാൽ അച്ഛന് വിഷമവും ആവും. അവളിങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞ് അവർ രാത്രിയത്തുള്ള അത്താഴത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു. ഇന്ന് കുറച്ച് ഞണ്ടാണ് അവർക്ക് രാത്രി സ്പെഷ്യലിനായിട്ടുള്ളത്. ഞണ്ട് പൊളിച്ച് നല്ല രീതിയിൽ മസാലക്കറി ഉണ്ടാക്കി. ഭയങ്കര മണം. രവി ചോദിച്ചു, എന്തോ ഇവിടെ സ്പെഷ്യൽ? മോനെ, അതേ 2 ദിവസം മുമ്പേ ഞണ്ട് കിട്ടിയായിരുന്നു. അത് ഞാൻ എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നത്. പിന്നെ വയ്ക്കാൻ പറ്റിയില്ലല്ലേ. അപ്പോൾ ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞണ്ടിൻ്റെ കൂടെ വേറെന്താ, ചോറും ചപ്പാത്തിയും ഉണ്ട്. രവിയുടെ മനസ്സ് നിറഞ്ഞു. ആഹാ, തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. അങ്ങനെ ഞണ്ട് കറിയും അതിൻ്റെ കൂടെ ചപ്പാത്തിയും ചോറും പിന്നെ കുറച്ച് ഉപ്പേരിയും ഒഴിച്ചു കറിയും എല്ലാം ഉണ്ടാക്കി. 8 മണിയായപ്പോഴേ എല്ലാവരും ആഹാരം കഴിക്കാനിരുന്നു. ആഹാരം എല്ലാം കഴിച്ച് അടുക്കളയെല്ലാം ക്ലീനാക്കി രമ്യ റൂമിലേക്ക് പോയി. കൂടെ രവിയും. കുഞ്ഞിനെയും കൊണ്ട് രവി അകത്തേക്ക് ചെന്നതും കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കട്ടിലിൻ്റെ നടുക്ക് കിടത്തി. അതിനുശേഷം രമ്യയും രവിയും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കിടന്നു. രമ്യയ്ക്കിപ്പോൾ തന്നോടൊരു അകൽച്ച ഉള്ളതുപോലെ അവന് തോന്നി. കാര്യം അവളുടെ ദേഹത്തെങ്ങാനും രാത്രിയിൽ കൈ വയ്ക്കുമ്പോഴത്തേക്ക് അവൾക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. തന്നോട് പഴയ രീതിയിലുള്ള ഒരു ഇത് വരുന്നില്ല. രവിയേട്ടാ എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ഇനി അടുത്ത കുട്ടിയും കൂടി അങ്ങനെ ആയാലോ എന്നുള്ളൊരു പേടി എന്നാണൊക്കെ അവൾ പറയുന്നത്. എന്താണോ ഇനി പ്രസവത്തിൻ്റെ ആയിരിക്കുമെന്നാണ് അവൻ കരുതുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും സുഖമായി ഉറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തു. വെള്ളിയാഴ്ചയാണ്. ഇന്ന് നേരത്തെ പോകണം. രമ്യ രവിയോട് പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ച നേരത്തെ പോകുന്നത് എന്തിനാ? അത് എൻ്റെ 2-3 കൂട്ടുകാരികളായി നിന്ന് കുറച്ച് നോട്ട്സ് എനിക്ക് വിട്ടുപോയത് എഴുതിയെടുക്കണം, അവൾ പറഞ്ഞു. അങ്ങനെ രവി പെട്ടെന്ന് തന്നെ റെഡിയായി. രവിയുടെ മുടങ്ങി പിന്നെ പൊയ്ക്കോ, ഞാനങ്ങ് നേരത്തെ പോവാം. അത് വേണ്ട, ഞാൻ നിന്നെ കൊണ്ടാക്കാം. നീ ഇനി ബസ്സിലൊക്കെ കയറി എപ്പോഴങ്ങ് ചെല്ലുന്നേ? അങ്ങനെ അവൾ റെഡിയാകാനായി റൂമിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ ഈ സ്റ്റോറി ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ.